കപിൽ ദേവിൻ്റെ ചെകുത്താന്മാർക്ക് 40 വയസ്സ്. 1983 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്ന് അറിയപ്പെടുന്നത് കപിൽസ് ഡെവിൾസ് എന്ന പേരിലാണ്. കപിൽസ് ഡെവിൾസ് അഥവാ കപിൽ ദേവിൻ്റെ ചെകുത്താന്മാർ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് 1983 ലോകകപ്പിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് മാധ്യമങ്ങളാണ്. പിന്നീട് ആ പദപ്രയോഗം ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുറത്തിറക്കിയതോടെ 1983 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നു. ആരൊക്കെയാണ് കപിൽസ് ഡെവിൾസിലെ അംഗങ്ങൾ? 1983 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചത് കപിൽ ദേവ് ആയിരുന്നു. വൈസ് ക്യാപ്റ്റൻ മൊഹീന്ദർ അമർനാഥ്. കപിൽ ദേവിനും മൊഹീന്ദർ അമർനാഥിനും പുറമെ മറ്റ് 12 കളിക്കാർ ഇവരൊക്കെയായിരുന്നു: സുനിൽ ഗവാസ്കർ, ശ്രീകാന്ത്, യാഷ്പാൽ ശർമ്മ, സന്ദീപ് പാട്ടീൽ, ദിലീപ് വെങ്സാർക്കർ, രവി ശാസ്ത്രി, മദൻ ലാൽ, റോജർ ബിന്നി, കീർത്തി ആസാദ്, വിക്കറ്റ് കീപ്പർ സയ്യിദ് കിർമാണി, ബൽവീന്ദർ സിംഗ് സാന്ധു, സുനിൽ വാൽസൻ. ഇതിൽ യാഷ്പാൽ ശർമ്മ ഇന്ന് നമ്മോട് കൂടെ ഇല്ല. 1983 ലോകകപ്പിൽ ഇന്ത്യയുടെ 3 മത്സരങ്ങളിൽ ടോപ്പ് സ്കോറായ വ്യക്തിയാണ് യാഷ്പാൽ ശർമ്മ. ആദ്യത്തെ ലീഗ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും അവസാനത്തെ ലീഗ് മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെയും സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയും ടോപ്പ് സ്കോറർ യാഷ്പാൽ ശർമ്മയായിരുന്നു. ക്രിക്കറ്റ് ചരിത്രത്തിലെ മാത്രമല്ല, ലോക കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു 1983 ഇന്ത്യ ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ വിജയം. ക്രിക്കറ്റിലെ മുത്തശ്ശി കഥയായി, കടങ്കഥയായി, ഉത്തരമില്ലാത്തൊരു സമസ്യയായി ഇപ്പോഴും ആ വിജയം അവശേഷിക്കുന്നു. 1983 മുമ്പുള്ള 2 ലോകകപ്പുകളിൽ 1975 1979 ഇന്ത്യയുടെ പ്രകടനം വളരെ മോശമായിരുന്നു. 1975 ലോകകപ്പിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോടും ന്യൂസിലാൻഡിനോടും പരാജയപ്പെട്ടു. ഇന്ത്യ ആകെ പരാജയപ്പെടുത്തിയത് ദുർബലരായ ഈസ്റ്റ് ആഫ്രിക്കയെ മാത്രമാണ്. 1979 ഇന്ത്യ ന്യൂസിലാൻഡിനോടും വെസ്റ്റ് ഇൻഡീസിനോടും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അന്ന് ടെസ്റ്റ് പദവിയില്ലാത്ത ശ്രീലങ്കയോട് 47 റൺസിന് പരാജയപ്പെട്ടു. അങ്ങനെ യാതൊരു സാധ്യതയുമില്ലാതെയാണ് 1983 ലോകകപ്പിനായി കപിൽ ദേവിൻ്റെ ചെകുത്താന്മാർ ഇംഗ്ലണ്ടിൽ എത്തിയത്. ആദ്യ മത്സരത്തിൽ അവർ അന്നത്തെ നിലവിലെ ലോക ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെ 34 റൺസിന് പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ സിംബാബ്വെയെ പരാജയപ്പെടുത്തി. എന്നാൽ മൂന്നാമത്തെയും നാലാമത്തെയും മത്സരത്തിൽ ഓസ്ട്രേലിയയോടും വെസ്റ്റ് ഇൻഡീസിനോടും ഇന്ത്യൻ ടീം പരാജയപ്പെട്ടു. എന്നാൽ നിർണായകമായ 5ാം മത്സരത്തിൽ കപിൽ ദേവിൻ്റെ 175 റൺസ് എന്ന മായിക പ്രകടനത്തോടെ 31 റൺസിന് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പിലെ സെമി ഫൈനലിസ്റ്റുകളെ നിർണ്ണയിക്കുന്ന മറ്റൊരു നിർണായക മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. അങ്ങനെ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചു. സെമി ഫൈനലിൽ ഇന്ത്യക്ക് നേരിടാൻ ഉണ്ടായിരുന്നത് അന്ന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന താരനിബന്ധമായ ഇംഗ്ലണ്ടിനെയായിരുന്നു. ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 54.2 ഓവറിൽ 183 റൺസിന് പുറത്തായി. ഗ്രീനിച്ചും, എയിംസും, റിച്ചാർഡ്സും, ഗോംസും, ലോയിഡും, ബാക്കസും, ഡ്രൂജോണും ഉൾപ്പെട്ട വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിരക്ക് വളരെ ചെറിയൊരു സ്കോറായിരുന്നു 183. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, 52 ഓവറിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 140 റൺസിന് പുറത്താക്കി. ജയം 43 റൺസിന്. ലോക ക്രിക്കറ്റിൻ്റെ ചരിത്രം തിരുത്തിയെഴുതിയ ദിവസം 1983 ജൂൺ 25. ദാവീദും ഗോലിയത്തും തമ്മിലുള്ള കളികളിൽ എപ്പോഴും ഗോലിയത്ത് ജയിക്കണമെന്നില്ല. അതായിരുന്നു 1983 ജൂൺ 25 ലോർഡ്സിൽ സംഭവിച്ചത്. അന്ന് ഇന്ത്യ കരുത്തരായ വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ച് ലോകകപ്പ് ഇന്ത്യക്ക് നൽകി. ഈ 2023 ജൂൺ 25 ആവുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുത വിജയത്തിന് 40 വയസ്സ് പൂർത്തിയാകുന്നു. കപിൽ ദേവിൻ്റെ ചെകുത്താന്മാർ എന്നും ഇന്ത്യൻ ക്രിക്കറ്റിലെ രജതരേഖയായി നിലനിൽക്കും.